അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോർഡിനേഷൻ ഐസോമറിസം അല്ലേ? കോർഡിനേഷൻ ഐസോമറിസം. എന്താണ് ഐസോമറിസം? ആരാണ് ഐസോമേഴ്സ്? നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഐസോമേഴ്സ് ആർ കോമ്പൗണ്ട്സ് that have the same molecular formula but different structural formula or spatial arrangement of atoms. അതായത് ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സെയിം മോളിക്കുലർ ഫോമുലയുള്ള പക്ഷേ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും മറ്റ് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസത്തിലോ ഒക്കെ ഡിഫറൻസ് കണ്ടെത്തുന്ന മോളിക്യൂൾസ്, അവരാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഐസോമേഴ്സ് അതാണ്, ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോമുല ഓർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് നമ്മൾ ഐസോമറിസം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ എങ്ങനെയൊക്കെ ഐസോമറിസം ഡിഫർ ചെയ്യാം, വ്യത്യാസപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ഈ കോർഡിനേഷൻ ഐസോമറിസം നമ്മൾ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതാണ് സ്ട്രക്ചറൽ ഐസോമറിസം, രണ്ടാമത്തേതാണ് സ്റ്റീരിയോ ഐസോമറിസം. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ സ്ട്രക്ചറൽ ഐസോമറിസം. നോക്കളെ, സ്ട്രക്ചറൽ ഐസോമറിസം, ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പം ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി സ്ട്രക്ചറലായിട്ടാണ്, മനസ്സിലായോ? ബോണ്ട് ബ്രേക്കേജ് നടക്കും. സ്ട്രക്ചറൽ ഐസോമറിസത്തിൻ്റെ പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു ബോണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്താ പറയുക, ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ബോണ്ട് ബ്രേക്കേജ് നടക്കും എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റിനകത്ത് ഡിഫറൻസ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ദ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അത് 4 തരത്തിലുണ്ട്. സ്ട്രക്ചറൽ ഐസോമേഴ്സും എക്സിബിറ്റ് ചെയ്യുന്ന 4 തരത്തിലാണ്. 4 തരത്തിലുള്ള സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത്. ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾക്കാരാണ് ഫസ്റ്റ് അയണൈസേഷൻ ഐസോമറിസം. എന്താണ് അയണൈസേഷൻ ഐസോമറിസം? അല്ലേ, പേര് തന്നെ ഉണ്ട്, അയണൈസേഷനാണ്. എന്തോ ഒരു അയണൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് ഒരു കോർഡിനേഷൻ എൻറ്റിറ്റി ഉണ്ട്, സൊല്യൂഷനകത്ത് കിടന്ന ഒരു ആറ്റം ഉണ്ടല്ലേ. എക്സാമ്പിളായിട്ട് നമുക്കിതാ ഈ പറയുന്ന ഫസ്റ്റ് എക്സാമ്പിൾ, ആ കോമ്പൗണ്ടിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ കോമ്പൗണ്ടിന് നോക്കാം. ഈ കോമ്പൗണ്ട് നോക്കിക്കേ, ഇവിടെ കണ്ടോ, CONH3 5 ടൈംസ് അല്ലേ, CONH3 5 ടൈംസ് Br. ഇത്രയും കോർഡിനേഷൻ സ്ഫിയറിനകത്താണ് അല്ലേ, ഇത്രയും പേര് കോർഡിനേഷൻ സ്ഫിയറിനകത്താണ്. പുറത്താരാ ഉള്ളത്? SO4. പുറത്താരാ ഉള്ളത്? നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് അങ്ങ് വായിക്കാം. SO4. ഓക്കെ, SO4 പുറത്തിരിക്കട്ടെ. ഇപ്പോൾ ആരായി? കോർഡിനേഷൻ എൻറ്റിറ്റിക്കകത്ത് Br ഉണ്ട്, പുറത്ത് SO4 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? അതായത് Br ലിഗാൻഡ് ആണല്ലോ, ബ്രോമിൻ ലിഗാൻഡ് ആണല്ലോ, സിസ്റ്റത്തിനകത്തുണ്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിനകത്തുണ്ട്. SO4 എന്നുള്ളൊരു അയണൈസേഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയുള്ളൊരു അക്വസ് സൊല്യൂഷനകത്ത് അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനകത്തായാലും പുറത്തൊരു അയോണായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നോക്കിക്കേ, CONH3 5 ടൈംസ് SO4 Br. ഇപ്പോഴെന്തായി? ബ്രോമിൻ പുറത്താണ് അല്ലേ, SO4 അകത്തുമാണ്. അപ്പോൾ ഇത് രണ്ട് കോമ്പൗണ്ടും നോക്കുമ്പോൾ മോളിക്കുലർ ഫോമുല സെയിം ആണ് അല്ലേ, പക്ഷേ രണ്ടുപേരും ഒരേ ആൾക്കാരാണോ? അല്ല, തികച്ചും വ്യത്യസ്തരായ രണ്ടുപേരാണ് അല്ലേ. അപ്പോൾ ആ ഐസോമർസമാണ് അല്ലെങ്കിൽ അയണൈസേഷൻ ഐസോമർസ് എന്ന് പറയുന്നത് അതാണ്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഇന്റർചേഞ്ച് ഓഫ് അയോൺസ് between the inside and outside of the coordination sphere. In order to show the isomerism, the ion outside the coordinate sphere can also act as a ligand. ശ്രദ്ധിക്കുക, എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഇൻ്റർചേഞ്ച് നടക്കുമെന്നാണ് അല്ലേ. അതായത് ഐസോമേഴ്സ് ഫോംഡ് ബൈ ദ ഇൻ്റർചേഞ്ച് ഓഫ് ദി ആറ്റംസ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ഓഫ് ദി അയോൺസ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിനകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും അയോൺസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അയണൈസേഷൻ ഐസോമറിസം അവിടെ ഉണ്ടാവുന്നത്.
സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഇതേ കോമ്പൗണ്ട് അല്ലേ, CONH3 5 times BrSO4, അതായത് ബ്രോമിൻ. ഈ കോമ്പൗണ്ടിനകത്ത് ബ്രോമിൻ സ്ഫിയറിനകത്താണ്, അതേ സമയത്ത് ബ്രോമിൻ സ്ഫിയറിന് പുറത്തു പോയി SO4 അകത്ത് വരുന്നൊരു കേസുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അകത്തോട്ട് വരുന്ന ആൾ ലിഗാൻഡ് ആയിരിക്കാൻ റെഡി ആയിരിക്കണം അല്ലേ. കാരണം കോർഡിനേഷൻ സ്ഫിയറിനകത്ത് വന്ന ആൾ ലിഗാൻഡാണ്. ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ മാത്രമേ പുറത്ത് അയോണായിട്ട് നിൽക്കൂ ഈ കേസിൽ. അതായത് ഒരു കോമ്പൗണ്ട് കോർഡിനേഷൻ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള, അതായത് ഈ അയോൺസ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തുള്ള അയോണും എന്തായിരിക്കണം, ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഏബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കോർഡിനേഷൻ ഐസോമറിസം അയണൈസേഷൻ ഐസോമറിസം അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സോൾവേറ്റ് ഐസോമറിസം. അയണൈസേഷൻ ഐസോമറിസത്തിന് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PTNH3 3 times ClBr അല്ലേ, ക്ലോറിനും ബ്രോമിനും. ഈ കേസിൽ ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് ക്ലോറിൻ ആണ് ലിഗാൻഡെങ്കിൽ സെക്കൻഡ് കേസിൽ ബ്രോമിൻ ആണ് ലിഗാൻഡ് അല്ലേ. അപ്പോൾ ക്ലോറിൻ പുറത്തു പോയി ബ്രോമിൻ അകത്ത് വന്നു. അപ്പോൾ അവിടെ അയണൈസേഷൻ, എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് സംഭവിച്ചു. അത് രണ്ടും അയണൈസേഷൻ ഐസോമറിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന സോൾവേറ്റ് ഐസോമറിസം നോക്കാം. സോൾവേറ്റ് ഐസോമറിസം നോക്കാം. സോൾവേറ്റ് ഐസോമറിസം ഒരു തരത്തിലുള്ള അയണൈസേഷൻ ഐസോമറിസം തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് പേരിൽ പറയുന്ന പോലെ സോൾവേറ്റ് ഐസോമറിസമാണ്. സോൾവെന്റ് മോളിക്യൂൾസ് ആണ് ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തു പോകുന്നതും അകത്ത് വരുന്നതും. കണ്ടോ, ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ വിച്ച് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദ സെൻട്രൽ അയോൺ ആസ് എ ലിഗാൻഡ് ഇഫ് വാട്ടർ. ഓക്കെ, അതൊരു അടുത്ത പോയിന്റ് ഉണ്ട്. അപ്പോൾ അതായത് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ വിച്ച് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദ സെൻട്രൽ അയോൺ അല്ലേ. സെൻട്രൽ അയോണിൽ ഡയറക്റ്റായിട്ട് ബോണ്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണല്ലോ ലിഗാൻഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലിഗാൻഡുകൾക്കിടയ്ക്ക് വരുന്ന വ്യത്യാസമാണ് പറയുന്നത്. നിങ്ങൾ ഈ കേസ് നോക്കിക്കേ, CrH2O 6 times Cl3 അല്ലേ, അതൊരു കോമ്പൗണ്ടാണ് അല്ലേ. ഇവിടെ എന്താണ്, സെൻട്രൽ ആറ്റം ക്രോമിയോ ആണ്. 6 H2O ലിഗാൻഡുകളുണ്ട്, ക്ലോറിൻ പുറത്ത് നിപ്പുണ്ട്. സെക്കൻഡ് കേസ് നോക്കിക്കേ, 6 H2O മോളിക്കുള്ളതിനകത്ത് ഒരെണ്ണം പുറത്തു പോയി അല്ലേ. അപ്പോൾ ക്ലോറിൻ ഒരെണ്ണം അകത്തേക്ക് വന്നു, ക്ലോറിൻ ലിഗാൻഡ് ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സോൾവെന്റ് മോളിക്യൂളായിട്ടിരുന്ന H2O സോൾവെന്റ് മോളിക്യൂളാണ്, ലിഗാൻഡുമാണ് അല്ലേ. അപ്പോൾ H2Oയ്ക്ക് സോൾവെന്റ് മോളിക്യൂൾ ലിഗാൻഡുകൾക്കകത്തുള്ള, അല്ലെങ്കിൽ എത്ര സോൾവെന്റ് മോളിക്യൂൾ ഉണ്ടായിരുന്നോ ലിഗാൻഡായിട്ട്, അല്ലെങ്കിൽ എത്ര ലിഗാൻഡുകൾ സോൾവെന്റ് മോളിക്യൂളായിട്ടുള്ള എത്ര ലിഗാൻഡ് ഉണ്ടായിരുന്നോ ആ ലിഗാൻഡുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു അല്ലേ. അതാണ് സോൾവേറ്റ് ഐസോമറിസം. കണ്ടില്ലേ, കോമ്പൗണ്ടിന് മാറി, കളർ മാറി അല്ലേ. ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് 6 H2O ലിഗാൻഡായിട്ടിരുന്നപ്പോൾ ഉള്ള വയലറ്റ് കളർ അല്ല, 5 H2O ഉള്ളപ്പോൾ കിട്ടുന്ന ഗ്രീൻ കളർ മാറി. അപ്പോൾ കോമ്പൗണ്ട് മാറി അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുക, പറയേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് വാട്ടറാണ് ഈ കേസ് പറഞ്ഞേക്കുന്നത്. സ്പെഷ്യലി വാട്ടറാണ് ഈ സോൾവേറ്റ് ഐസോമറിസം കാണിക്കുന്നതെങ്കിൽ നമ്മളതിനെ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയും. അങ്ങനെ വിളിക്കുക, ഹൈഡ്രേറ്റ് ഐസോമറിസം. സോൾവേറ്റ് ഐസോമറിസം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക, ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ വിച്ച് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു ദ സെൻട്രൽ ആറ്റം ആസ് ലിഗാൻഡ്. അത് എത്ര സോൾവെന്റ് മോളിക്യൂളുകൾ നമ്മുടെ സെൻട്രൽ അയോണുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു, ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യുന്നവരെയാണ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിഗാൻഡായിട്ട് എത്ര സോൾവെന്റ് മോളിക്യൂളുകൾ ആക്ട് ചെയ്യുന്നു, അതിൽ വരുന്ന ഡിഫറൻസ് ആണ് എന്ത്, സോൾവേറ്റ് ഐസോമറിസത്തിൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ അതാണ് സോൾവേറ്റ് ഐസോമറിസം. അതിൻ്റെ എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞേക്കുന്ന ക്രോമിയത്തിൻ്റെ കോംപ്ലക്സ് ആയാലും അതിനകത്ത് വാട്ടറിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം. ഐസോമറിസം തീർച്ചയായിട്ടും ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഫസ്റ്റ് 2 സ്ട്രക്ചർ ഐസോമറിസം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, നമ്മൾ ഐസോമറിസത്തെ സ്ട്രക്ചറലും സ്റ്റീരിയോയ്ക്കകത്ത് സ്ട്രക്ചറിനകത്ത് 4 ടൈപ്പ് ഉണ്ട്. 1 അയണൈസേഷൻ ഐസോമറിസം, 2 സോൾവേറ്റ് ഐസോമറിസം അല്ലേ. ഇനി ബാക്കിയുള്ള ആൾക്കാരോട് പരിചയപ്പെടാം. ലിങ്കേജ് ഐസോമറിസം അല്ലേ, ആ പേര് തന്നെ ഉണ്ട്, ലിങ്കേജ് ആണ്. അപ്പോൾ ലിങ്ക് ചെയ്യുന്നതിനകത്തുള്ള എന്തോ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്നൊരു ഐസോമറിസമാണെന്ത്, ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത് അല്ലേ. ലിങ്കേജ് ഐസോമറിസം നോക്കളയാം. പറയുന്നത് എന്താ, ഇറ്റ് എറൈസസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വിച്ച് ക്യാൻ ബൈൻഡ് സെൻട്രൽ ആറ്റം ത്രൂ മോർ ദാൻ 1 ഡോണർ ആറ്റം. അപ്പം
ഈ ലിങ്കേജ് ഐസോമർസ് ഒരു കോമ്പൗണ്ട് കാണിക്കണമെങ്കിൽ അതിനകത്ത് ഒരു ലിഗാൻഡെങ്കിലും ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ളത്? ആംബിഡെൻഡേറ്റ് ആയിട്ടുള്ള ഒരു ലിഗാൻഡെങ്കിലും ഉണ്ടായിരിക്കണം. എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരേ ലിഗാൻഡിന് പല ആറ്റങ്ങളിലൂടെ ഒരു സെൻട്രൽ അയോണുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഉദാഹരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ SCN അല്ലേ, SCN തയോസൈനേറ്റ് ആണല്ലേ. ഈ സാധനത്തിന് സൾഫറിലൂടെയും ലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നൈട്രജനിലൂടെയും ലിങ്ക് ചെയ്യാൻ പറ്റും. രണ്ട് ഡോണർ ആറ്റം ഉണ്ട് ഒരേ ലിഗാൻഡിനകത്ത്. അങ്ങനെ വരുന്ന രണ്ട് തരത്തിലും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിഗാൻഡുമാണ്. അങ്ങനെ വരുന്ന ലിഗാൻഡുകളാണ് എന്ത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഉള്ള കോംപ്ലക്സുകളാണ് എന്ത് കാണിക്കുന്നത്? ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്. നോക്കിക്കേ, കോംപ്ലക്സ് കണ്ടെയ്നിങ് തയോസൈനേറ്റ് ലിഗാൻഡ് SCN. തയോസൈനേറ്റ് ലിഗാൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ആ ലിഗാൻഡിനെ എയ്തർ ത്രൂ നൈട്രജൻ വഴി ലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൾഫർ വഴിയും നൈട്രജൻ വഴിയും ലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൾഫർ വഴിയും ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കേസ് നോക്കി, വേറൊരു എക്സാമ്പിളാണ്. ഇവിടെ ഒരു നൈട്രൈറ്റ് ലിഗാൻഡ് ഉണ്ട് അല്ലേ, ONO. നൈട്രൈറ്റ് ലിഗാൻഡാണ് ONO. അപ്പോൾ ONO എന്ന് പറയുന്ന നൈട്രേറ്റ് ലിഗാൻഡിന് ഇതല്ലേ, ഈ കോമ്പൗണ്ട് അല്ലേ ഇത്. ഇവിടെ ഈ നൈട്രേറ്റ് ലിഗാൻഡ് ഓക്സിജൻ വഴിയാണ് ഈ കൊബാൾട്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, ഇവിടെ NO2, നൈട്രജൻ വഴിയാണ് ഈ കൊബാൾട്ടിലേക്ക് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇൻ CONH3 5 times ONO Cl2, ഈ കോമ്പൗണ്ടിനകത്ത് ONO നൈട്രൈറ്റ് എന്ന് പറയുന്ന ലിഗാൻഡ് NO2 അല്ലെങ്കിൽ ONO നൈട്രൈറ്റിനകത്തുള്ള ഓക്സിജൻ ആറ്റം വഴിയാണ് കൊബാൾട്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത ഐസോമർ വന്നപ്പോൾ എങ്ങനെയായി? നൈട്രൈറ്റിനെ നൈട്രജനിലൂടെയാണ് കൊബാൾട്ടിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത കോമ്പൗണ്ടാണല്ലേ. അപ്പോൾ അതാണ് ലിങ്കേജ് ഐസോമറിസം. ഇനി ലിങ്കേജ് ഐസോമറിസം കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കോഓർഡിനേഷൻ ഐസോമറിസം. നോക്കിക്കേ, നമ്മൾ ഇപ്പോൾ ഈ ലിങ്കേജിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഈ കേസ് നിങ്ങൾ എടുത്ത് നോക്കുകയെ, ഇവിടെ ഒരു കോർഡിനേഷൻ സ്ഫിയർ ഉണ്ട്, നെഗറ്റീവ് അയോണായിട്ട് ക്ലോറിനും ഉണ്ടല്ലേ. അപ്പോൾ അതായത് ഒരു സ്ഫിയറും ഒരു അയോണുമാണ്. ഇനി ഈ നെഗറ്റീവ് അയോൺ ക്ലോറിൻ എന്ന് പറയുന്ന ഈ നെഗറ്റീവ് അയോണിൻ്റെ സ്ഥാനത്ത് മറ്റൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെ വരുമെങ്കിലോ? അതായത് ആ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഉണ്ട് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും കോർഡിനേഷൻ കോംപ്ലക്സ് ആയാലോ? അങ്ങനെയുള്ള കോമ്പൗണ്ടുകളുണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് എന്ത് കാണിക്കുന്നത്? കോഓർഡിനേഷൻ ഐസോമറിസം കാണിക്കുന്നത്. ഇഫ് ബോത്ത് ആനയോണിക് ആൻഡ് കാറ്റയോണിക് പാർട്സ് ആർ ഇൻ കോംപ്ലക്സ് ഫോം. അതാണ് ദ ഐസോമറിസം arises due to the interchange of ligands between cationic and anionic entities. ഇപ്പോൾ രണ്ട് എൻറ്റിറ്റിയും, പോസിറ്റീവ് എൻറ്റിറ്റിയും നെഗറ്റീവ് എൻറ്റിറ്റിയും കോർഡിനേഷൻ കോംപ്ലക്സുകളാണ്. അപ്പോൾ ആ രണ്ട് എൻറ്റിറ്റികൾക്ക് ഇടയ്ക്കുള്ള ലിഗാൻഡിൻ്റെ ട്രാൻസ്ഫറാണ് ഈ കോർഡിനേഷൻ ഐസോമറിസത്തിന് കാരണമാകുന്നത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇത് നോക്കിക്കേ, ഇതാണ് കോമ്പൗണ്ട് നമുക്കൊന്ന് വരയ്ക്കാം. CONH3 6 times CrCN 6 times. ഇതാണ് കോമ്പൗണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം NH3 ന്യൂട്രൽ ലിഗാൻഡാണ്. ഇപ്പം ഈ കേസിൽ ഇതിനകത്ത് CO3+ ആണ്. CO3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. CRഉം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. CO3+ലായതുകൊണ്ട് തന്നെ ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ചാർജ് +3ഉം ഇയാൾ CR+3 ആകുമ്പോൾ ഇതിൻ്റെ -3ഉമാണ് ചാർജ്. അപ്പോൾ ഇതിനകത്തെ പോസിറ്റീവ് എൻറ്റിറ്റി ഇതും നെഗറ്റീവ് എൻറ്റിറ്റി ഇതുമാണല്ലേ. ഇത് നോക്കിക്കേ, ഇതിനകത്തുനിന്ന് ഈ NH3 എന്ത് ചെയ്യാണ്? ഇതൊരു കോമ്പൗണ്ടാണ്. പക്ഷേ ഈ കോമ്പൗണ്ട് മാറുകയാണ് അല്ലേ. അടുത്ത കേസ് നോക്കിക്കേ, ഈ കോമ്പൗണ്ട് നമ്മളിപ്പം ഇത്രയും നേരം വരച്ചത് ഈ കോമ്പൗണ്ടാണ്, ഈ കാണുന്ന കോമ്പൗണ്ടാണ്. പക്ഷേ നിങ്ങൾ അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, CrNH3 6 times COCN 6 times. അതായത് ഇതിനകത്തുള്ള NH3 എല്ലാം CRനും കൊടുത്തു, ഇവിടെ നിന്നുള്ള CN എല്ലാം COയ്ക്കും കൊടുത്തു. അപ്പോൾ അതാണ് ആ കോമ്പൗണ്ട് അല്ലേ, ഇൻ്റർചേഞ്ച് നടന്നവിടെ. ഓക്കെ, അപ്പം നേരത്തെ NH3 COയിൽ ആയിരുന്നെങ്കിൽ അത് CRലേക്ക് പോയി, CRലുള്ള CN
NHCOയിലേക്കും തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഇൻ്റർചേഞ്ച് നടന്നു. അപ്പോൾ എന്തായി? അവിടെ ഐസോമറുടെ മോളിക്കുലർ ഫോമിൽ നോക്കുമ്പോൾ എല്ലാം സെയിം അല്ലേ? ഒരേ നമ്പർ ഓഫ് കൊബാൾട്ടാണ്, ഒരേ നമ്പർ ഓഫ് ക്രോമിയം ആണ്, ഒരേ നമ്പർ ഓഫ് NH3 ആണ്, ഒരേ നമ്പർ ഓഫ് CN ആണ്, എല്ലാം സെയിം ആണ്, മോളിക്കുലർ ഫോമിൽ സെയിം ആണ്. പക്ഷേ 2 കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ അതാണ് എന്ത്? കോർഡിനേഷൻ ഐസോമറിസം അല്ലെങ്കിൽ കോർഡിനേഷൻ ഐസോമേഴ്സ് ആണ് ഈ 2 കോമ്പൗണ്ടുകൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ 4 ഐസോമറിസം പറഞ്ഞു. സ്ട്രക്ചറൽ ഐസോമറിസത്തിന് 4 രീതിയും 4 വകഭേദങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അയണൈസേഷൻ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം, പിന്നെ ലിങ്കേജ് ഐസോമറിസം, ഇപ്പോൾ കോർഡിനേഷൻ ഐസോമറിസം അല്ലേ? അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസത്തിന് 4 എണ്ണവും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറലിൻ്റെ 4 എണ്ണവും മറന്നു പോകരുത്. ഓരോന്നും എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും അത് ശ്രദ്ധിച്ചോണം. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഓക്കെ, സ്റ്റീരിയോ ഐസോമറിസം. എന്താണ് സ്റ്റീരിയോ ഐസോമറിസം? അപ്പോൾ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ്. അതാണ് അവിടെ മെയിൻ പോയിന്റ്. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ്. സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്, മനസ്സിലായോ? എങ്ങനെ അത് സ്പേസിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബോണ്ട് ബ്രേക്ക് ചെയ്തോ ഇല്ല എന്നുള്ള വിഷയമല്ല ഇവിടെ. എങ്ങനെയാണത് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരു സെൻട്രൽ ലൈനിന് ചുറ്റും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളതാണ് ഇവിടെ വിഷയം. അങ്ങനെയാണ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് വരുന്ന ഐസോമേഴ്സ് ആണെന്ത്? സ്റ്റീരിയോ ഐസോമേഴ്സ്. ഇനി സ്റ്റീരിയോ ഐസോമറിസം 2 തരത്തിലുണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, മറ്റൊന്ന് ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്ന് നോക്കാം. ജോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ജോമെട്രിയാണ്. നമ്മൾ ജോമെട്രി പഠിക്കുമ്പോൾ അറേഞ്ച്മെൻ്റ് ആണ്, സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഹെറ്ററോലെപ്റ്റിക് കോമ്പൗണ്ട് ആയിരിക്കണം. എന്താണ് ഈ ഹെറ്ററോലെപ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം അല്ലേ? ഹെറ്ററോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക. ഒരേ ലിഗാൻഡ് മാത്രമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അവിടെ ഐസോമറിസത്തിനൊരു സ്കോപ്പില്ല അല്ലേ? എല്ലാവരും ഒരേ ആളല്ലേ, പിന്നെന്താ ഐസോമറിസമാണ്? ഇല്ല. അപ്പം ഹെറ്ററോലെപ്റ്റിക് കോമ്പൗണ്ടുകളായിരിക്കണം. പലതരത്തിലുള്ള ലിഗാൻഡുകൾ വരണം, എന്നാൽ മാത്രമേ ഐസോമറിസത്തിന് സ്കോപ്പുള്ളൂ. ഈ പറയുന്ന എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഹെറ്ററോലെപ്റ്റിക് കോമ്പൗണ്ടുകൾ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇറ്റ് അറൈസസ് വിത്ത് ദ ഡിഫറെൻറ്റ് പോസിബിൾ ജോമെട്രിക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി ലിഗാൻഡ്സ് എറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അതായത് ലിഗാൻഡിന് ചുറ്റും പിന്നെ ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതനുസരിച്ചാണ് മാറ്റം. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഐസോമർ ഇൻ വിച്ച്. അതാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ വളരെ വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എത്തിക്കഴിഞ്ഞു. ആ പോയിന്റിനെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. വളരെ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. ഐസോമർ ഇൻ വിച്ച് the same ligands are on the same side of the central metal atom is called cis isomer. എക്സാമ്പിൾ നമ്മൾ അടുത്ത സ്ലൈഡ് കാണും, അതുകൊണ്ടാണ് ഞാനത് വരയ്ക്കാത്തത്. ഓക്കെ, എനിവേ നോക്കിക്കേ, ഒരേ ലിഗാൻഡ് ഒരു സെൻട്രൽ ആറ്റത്തിൻ്റെ ഒരേ സൈഡിൽ ഒരേ ലിഗാൻഡ് വന്നാൽ അത് സിസ് ഐസോമർ എന്നും, ഒരേ ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡുകളിൽ വന്നാൽ അതിനെ ട്രാൻസ് ഐസോമർ എന്നും പറയും. എന്താണ് നമുക്ക് വ്യക്തമായിട്ട് അതിനെ നോക്കിക്കളയാം, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നോക്കുക, വന്നു ഐസോമറിസം. കണ്ടോ, ഐസോമറിസം നമ്മൾ പറയുകയാണ് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ജോമെട്രിക്കൽ ഐസോമറിസം പറയുകയാണ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ കോർഡിനേഷൻ നമ്പർ പഠിച്ചതാണ് അല്ലേ? കോർഡിനേഷൻ നമ്പർ പഠിച്ചപ്പോൾ നമ്മൾ അല്ലേ, ഒരു രണ്ട് ആറ്റങ്ങൾ, 2 ലിഗാൻഡ് വരാം, 3 ലിഗാൻഡ് വരാം, 4 ലിഗാൻഡ് വരാം, 5 ലിഗാൻഡ് വരാം, അങ്ങനെ പല രീതിക്ക് 6 ലിഗാൻഡ് വരാം. അപ്പോൾ അതിനകത്ത് 4, അതായത് കോർഡിനേഷൻ നമ്പർ 4ഉം കോർഡിനേഷൻ നമ്പർ 6ഉം, അതായത് ഒരു സെൻട്രൽ ആറ്റത്തിനോട് 4 ലിഗാൻഡുകൾ ചേരുമ്പോഴോ അല്ലെങ്കിൽ 6 ലിഗാൻഡുകൾ ചേരുമ്പോഴോ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ജോമെട്രിക്കൽ ഐസോമറിസം കിട്ടുന്നത്. ഓക്കെ, കിട്ടുന്നത് എന്താ നമുക്ക് നോക്കാം. ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്, കോർഡിനേഷൻ നമ്പർ 4 and 6. ഇനി 4 കോർഡിനേഷൻ നമ്പർ വരുമ്പം അതിന് ഷേപ്പ് ടെട്രാഹീഡ്രലും ആവാം, സ്ക്വയർ പ്ലെയിനറും ആവാം. ഇതിനകത്ത് സ്ക്വയർ പ്ലെയിനറിനകത്ത് മാത്രമേ ഈ പറയുന്ന ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കൂ, ടെട്രാഹൈഡ്രലിൽ കാണിക്കില്ല. അതിൻ്റെ കാര്യങ്ങൾ വേറെയാണ്. കാരണം ടെട്രാഹൈഡ്രലാകുമ്പോൾ എപ്പോഴും ഒരു ആറ്റത്തിന് അടുത്തൊരു ആറ്റം വരും. അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ. തൽക്കാലം നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നമുക്ക് സിലബസ് അതിനനുസരിച്ച് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സുകൾക്കകത്ത് ജോമെട്രിക്കൽ ഐസോമറിസം വരുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സസ് വിത്ത് ഫോർമുല MX2L2. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. MX2L2 എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ വളരെ സിമ്പിളാണ്. എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു സെൻട്രൽ ആറ്റം, അതിൻ്റെ ചുറ്റും
X2 രണ്ട് ലിഗാൻഡ് ഒരുപോലെ, L2 വേറെ രണ്ട് ലിഗാൻഡ് ഒരുപോലെ. നോക്കിക്കേ ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ MX2 L2 സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് ആണല്ലോ, ഇങ്ങനല്ലേ വരയ്ക്കുക. അപ്പം X2 L2 നോക്കിക്കേ വന്നോ, ഒരേ ലിഗാൻഡ് വന്നില്ലേ, ഒരേ സൈഡിലല്ലേ, ഒരേ ലിഗാൻഡ് ഒരു സൈഡ് വന്നില്ലേ, ഒരേ ലിഗാൻഡ് സെയിം സൈഡ് വന്നില്ലേ. അപ്പോൾ ഇതെന്താണ്, സിസ് ഐസോമർ ആണ്. ഒക്ടാഹീഡ്രൽ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ്, കോർഡിനേഷൻ നമ്പർ 4 സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിനകത്തുള്ള സിസ് ഐസോമർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ എക്സാമ്പിൾ കണ്ടോ PtCl2NH3 ട്വൈസ്. നോക്കിയേ പ്ലാറ്റിനം 2 NH3 ഒരേ സൈഡിലല്ലേ, ഒരേ ലിഗാൻഡ് ഒരേപോലെ നിൽക്കുകയല്ലേ, പ്രശ്നമില്ലല്ലോ, സെറ്റല്ലേ. ഇനി നോക്കിക്കേ ട്രാൻസ് ഐസോമർ ആകുമ്പോൾ എങ്ങനെ വരും, അപ്പോൾ ട്രാൻസ് ഐസോമർ ആകുമ്പോൾ എന്താണ് പറയുക, ഒരു സെയിം ലിഗാൻഡ് അല്ലേ, ഒരേപോലത്തെ ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡ് വരും. ഇവിടെ കണ്ടില്ലേ പ്ലാറ്റിനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്, അത് ട്രാൻസ് ഐസോമർ. ഒരേ ലിഗാൻഡ് അതേ സെയിം സൈഡ് വന്നു കഴിഞ്ഞാൽ അത് സിസ് ഐസോമർ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സിൻ്റെ കാര്യം വ്യക്തമായിട്ട് പഠിച്ചല്ലോ. ഇനി നമുക്ക് നോക്കാം, അതിന് മുന്നൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് ഓഫ് ദ ടൈപ്പ് MABXL എന്ന് വെച്ചാൽ എന്താ, ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള 4 എണ്ണം വ്യത്യസ്തമായിരിക്കും. അന്നേരം 3 ജോമെട്രിക്കൽ ഐസോമർ കാണിക്കും എന്നാണ് പറയുന്നത്. 2 എണ്ണം സിസും 1 എണ്ണം ട്രാൻസും. നിങ്ങളത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. 3 എണ്ണം കാണിക്കും, അതിൽ 2 എണ്ണം സിസും ആയിരിക്കും, 1 എണ്ണം ട്രാൻസും ആയിരിക്കും. ഇനി നമുക്ക് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിന് എടുത്ത് നോക്കാം. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താ, കോർഡിനേഷൻ നമ്പർ 6 അങ്ങനെയുള്ള കോംപ്ലക്സ് ആണല്ലേ. 6 ലിഗാൻഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 6 കോർഡിനേഷൻ നമ്പർ 6 ആണ്. 6 എടുത്തൂടെ അത് ബൈൻഡ് ചെയ്യും ഒരു സെൻട്രൽ ആറ്റമായിട്ട്. അങ്ങനെയുള്ള ലിഗാൻഡുകളെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സിനെ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുക, MX2L4. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് മനസ്സിലായി കാണും അല്ലേ, നിങ്ങൾ നേരത്തെ MX2L2 കണ്ടവരാണ്, അപ്പം നിങ്ങൾക്ക് അതറിയാം. എന്താണ് പറയുക, എന്നാലും ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, X2L4 അല്ലേ, MX2L4 കാണിക്കാമെന്നാണ് പറയുക. അപ്പം MX2L4 ആകുമ്പോൾ ഒക്ടാഹീഡ്രൽ ആണല്ലോ, ഞാൻ ഈ വരയ്ക്കുന്നത് ശരിയാണല്ലോ അല്ലേ, MX2L4 ആണ്. 4 ലിഗാൻഡ് ഉണ്ട്, 1 2 3 4 4 L വരച്ചു, 4 X 2 എണ്ണം. എന്തായി നോക്കുമ്പോൾ എന്താ, ഇവർ രണ്ടുപേരും അടുത്തടുത്താ അല്ലേ, ഈ 2 Xും അടുത്തടുത്താ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ഒക്ടാഹീഡ്രൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വരച്ചെങ്കിലും ഇതിൻ്റെ ഒരു ശരിക്കുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്, ML രണ്ടും ഒരേ പ്ലെയിനിലാണ്, ഇത് 3 എണ്ണം. ഈ Lഉം ഈ Xും പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, ഈ Lഉം Xും അകത്തേക്ക് നിൽക്കുകയാണ്. അപ്പം ഇവർ 4 പേരും ഒരു പ്ലെയിനിലും ഒരു Xും 2 Lകൾ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഇവിടെ പറയുമ്പം ഈ പറയുന്ന ഈ 2 പൊസിഷൻ സത്യം പറഞ്ഞാൽ അടുത്തടുത്താണ്. നമുക്കതൊരു പ്രോപ്പറായിട്ട് നമുക്കൊരു മോഡലൊക്കെ വെച്ച് ചെയ്യിക്കേണ്ട കാര്യമാണ്. തൽക്കാലം നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്ക് പറയാം, ഇത് ഇപ്പം ഈ എക്സാമ്പിൾ മനസ്സിലായല്ലോ, ഈ 2 Xും ഒരേ സൈഡിലാണല്ലോ. അപ്പോൾ എന്തായി, ഇതൊരു സിസ് ഐസോമർ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. നമുക്കിനി ഇതിൻ്റെ ട്രാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഈ ക്ലോറിനും ഒരേ സൈഡിലാണ് അല്ലേ, NH3 അല്ല, NH3 അല്ല, ഒരേ സൈഡിലാണ്, ക്ലോറിനും ഒരേ സൈഡിൽ, സെയിം ലിഗാൻഡ് സെയിം സൈഡ്, സിസ് ഐസോമർ. സെറ്റ്. അടുത്തത് X2L4 അല്ലേ, X 2 ഇവിടെ കൊടുക്കാം, L1 L2 L3 L4. നോക്കിക്കേ ഓപ്പോസിറ്റ് അല്ലേ, സെയിം ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡ് വന്നില്ലേ. ഇപ്പം എന്തായി, ട്രാൻസ് ഐസോമറായി. സെയിം ലിഗാൻഡ് ഓപ്പോസിറ്റ് വന്നില്ലേ, ഇവിടെ കണക്കാക്കണ്ട, ഒരാൾ ഓപ്പോസിറ്റ് ആയാൽ തന്നെ മതി. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഐസോമറാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ട്രാൻസ് ഐസോമറാണ്. എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, ട്രാൻസ് CO NH3 4 times Cl2. അപ്പം 2 ligands X may be oriented to cis or trans to each other. ഇവിടെ നമുക്ക് ട്രാൻസ് ഐസോമറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സിസ് ട്രാൻസ് ഐസോമറിസം, ജോമെട്രിക് ഐസോമർസിനകത്ത് സിസ് ട്രാൻസ് ഐസോമർസ് നിങ്ങൾ കണ്ടു ഓൾറെഡി അല്ലേ. ഇനി ഈ ജോമെട്രിക്കൽ ഐസോമറിസം മറ്റൊരു തരത്തിലുണ്ടാവും, സിസ് ട്രാൻസ് ഐസോമറിസം മറ്റൊരു തരത്തിലുണ്ടാവും. ഇത് കുറച്ചുകൂടെ എന്താണ്, ചീലേറ്റിംഗ് ലിഗാൻഡാണ് അല്ലേ. അപ്പം ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ്, ചീലേറ്റിംഗ് ആണ്, റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, ഈ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ തന്നെ 2 എഥിലിൻ ഡൈമിൻ വന്നു, 2 ക്ലോറിൻ വന്നു, ഒരേ സൈഡിൽ നിൽക്കുകയല്ലേ 2 ക്ലോറിനും, സിസ് അല്ലേ. ഇവിടെ നോക്കിക്കേ, 2 ക്ലോറിൻ ഓപ്പോസിറ്റ് വന്നില്ലേ, അത് ട്രാൻസ് ആണ്. ഇതിന് ടൈപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, MX2LL2 ആണ്, അതായത് ബൈഡെൻഡേറ്റ് ആണ്, ചീലേറ്റ് ആണെന്ന് പറയുക, ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, LL2 ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. ഇനി ഫാറ്റ് മെർ ഐസോമറിസം.
ഫാക്മർ. നല്ല രസമുണ്ടല്ലേ പടമൊക്കെ കാണാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോമെട്രിക്കൽ ഐസോമർസമാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. MA3B3 ആണ്. നേരത്തെ കണ്ടവരല്ല, MA3B3 ആണ്. അതായത് എമ്മിനകത്തോട്ട് വരുന്ന 3 പേര് ഒരേപോലത്തെ ആൾക്കാരാണ്. മനസ്സിലായോ? 3 പേര് ഒരേപോലത്തെ ആൾക്കാരാണ്. അവർ വരുമ്പോൾ എങ്ങനെ മാറുമെന്ന് നോക്കാം. MA3B3 ഒക്ടാഹീഡ്രലിനകത്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, A A A B B B. മനസ്സിലായോ? ഇപ്പം എന്തായി? ഇവിടെ നോക്കുമ്പം ഇവർ 3 പേരും ആയതുകൊണ്ട് ഒരേ ഫേസിലാണ് ഒക്ടാഹീഡ്രൻ്റെ. ഇവർ 3 പേരും ഒക്ടാഹീഡ്രൻ്റെ ഒരേ ഫേസിൽ നിൽക്കുക. അതാണ് കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? ഒക്ടാഹീഡ്രൻ്റെ ഒരേ ഫേസിൽ നിൽക്കുകയാണ് ഇവർ 3 പേരും. മനസ്സിലായോ? അഡ്ജസൻറ്റ് പൊസിഷൻ ഓഫ് ആൻ ഒക്ടാഹീഡ്രൽ, ഒരു ഒക്ടാഹീഡ്രനകത്തുള്ള അഡ്ജസൻറ്റ് പൊസിഷനിൽ 3 പേര് നിൽക്കുമ്പോൾ അതെന്താണ്? ഫേഷ്യൽ ഐസോമർ എന്ന് അതിനെ പറയും. അതാണ് ഫേഷ്യൽ ഐസോമർ. ഇനി അതേ കാര്യത്തിൽ ഇതങ്ങ് മാറി. ഇങ്ങനെയല്ല വരുന്നത്, പകരം എങ്ങനെയാണ് വരുന്നത്? M ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഒരു A, ഇവിടെ ഒരു A, ഇവിടെ ഒരു A, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് ഇവിടെ ഒരു B, ഇവിടെ ഒരു B, ഇവിടെ ഒരു B. ഇത് ഒരു മെറിഡിയണൽ, അതായത് ഈ പൊസിഷൻസ് ഒരു ഒക്ടാഹീഡ്രൻ്റെ ഒരു മെറിഡിയൻ, ആ മെറിഡിയൻ്റെ എറൗണ്ടായിട്ടാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറിഡിയണൽ ഐസോമർ അല്ലെങ്കിൽ മെർ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ക് ഐസോമർ എന്ന് പറയുമ്പം ഒക്ടാഹീഡ്രൻ്റെ ഒരു ഫേസിൻ്റെ അഡ്ജസൻറ്റ് പൊസിഷൻസിൽ വന്നു ഇതുപോലെ അല്ലേ. മെറിഡിയണൽ ആയപ്പോഴോ ഒക്ടാഹീഡ്രൻ്റെ മെറിഡിയന് ചുറ്റും എന്ത് വന്നു? ലിഗാൻഡുകൾ വന്നു. അപ്പോൾ അതാണ് മെറിഡിയണൽ ഐസോമർ അല്ലെങ്കിൽ മെർ ഐസോമർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ടെട്രാഹീഡ്രൽ കോമ്പൗണ്ട്സുകൾ ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കത്തില്ല. നമ്മൾ മുന്നേ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഒരു ടെട്രാഹീഡ്രനകത്ത് നിങ്ങൾ എങ്ങനെ ടെട്രാഹീഡ്രൻ വരയ്ക്കും? നിങ്ങൾക്ക് ടെട്രാഹീഡ്രൻ വരയ്ക്കാൻ അറിയാമോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെട്രാഹീഡ്രൻ വരയ്ക്കുകയെന്ന്. ടെട്രാഹീഡ്രൻ എന്ന് പറയുമ്പം ഒരു M ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം ഇവിടെ, ഞാൻ വെഡ്ജ് ഡാഷ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് സാധാരണ പറയുകയാണ്. നോക്കിക്കേ, എങ്ങനെയായാലും ഒരാൾക്ക് അടുത്തടുത്താണല്ലേ. ഇയാളും ഒക്കെ അടുത്തടുത്താണ്. ഇതെങ്ങനെ തിരിച്ചാലും ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? എല്ലാ പൊസിഷൻസും, അതായത് ഓൾ ദ പൊസിഷൻസ് ആർ ഇക്വലൻറ്റ്, അല്ലെങ്കിൽ എല്ലാ പൊസിഷനും ഇക്വലൻ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും മാറാം. സോ ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ ലിഗാൻഡ്സ് അറ്റാച്ച്ഡ് ആർ സെയിം വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ അല്ലേ. സെൻട്രൽ മെറ്റൽ അത് നിങ്ങൾ എയും ബിയും സിയും ഡിയും ഒക്കെ എവിടെ കൊണ്ടുവച്ചാലും എന്താണ്? ഇവരൊക്കെ ഒരേ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ടെട്രാഹീഡ്രനകത്ത് ഐസോമർസും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അത് ടെട്രാഹീഡ്രൽ ഐസോമർസും ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ജോമെട്രിക്കൽ ഐസോമർസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ജോമെട്രിക്കൽ നമ്മൾ സിസ്ട്രാൻസ് പഠിച്ചു, മെർഫാക്ക് ഐസോമേഴ്സിനെ കണ്ടു അല്ലേ. 2 തരത്തിലുള്ള ഐസോമേഴ്സിനെ ജോമെട്രിക്കിനകത്ത് തന്നെ നമ്മൾ കണ്ടു. ഓക്കെ, കണ്ട് സെറ്റാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ഐസോമർസിലേക്ക് കടന്നാലോ? എന്നാൽ പിന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം. എന്താണ് ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റ് ആണല്ലേ. എന്തൊക്കെയോ സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇനി ആരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്? എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു തരം ആൾക്കാരെ പരിചയപ്പെടാം. ഇനാൻഷ്യോമർ എന്നാണ് അവരുടെ പേര്. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ണാടിക്ക് പോയി നിങ്ങളുടെ മുഖം നോക്കും അല്ലേ. നമ്മൾ ഈ കൈ കൊണ്ട്, എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ കണ്ണാടി വെച്ചാൽ എനിക്കതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഓക്കെ, മിറർ ഇമേജ് കിട്ടുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഈ കൈയുടെ മിറർ ഇമേജ് തന്നെയല്ലേ ഇത്? ഈ കൈയുടെ മിറർ ഇമേജ് തന്നെയല്ലേ ഈ കാണുന്നത് അല്ലേ? അതെ. ഞാനപ്പം എൻ്റെ ഈ ഒരു കൈയുടെ മുകളിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല, ഇത് വ്യത്യാസമാണല്ലേ. രണ്ടും നമുക്ക് ഈ തള്ളവിരൽ ഇവിടെ ഇരിക്കുകയാണ്, ഈ തള്ളവിരൽ ഇവിടെയാണ്. അപ്പോൾ ഇത് മിറർ ഇമേജ് ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഇത്. പക്ഷെ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ വെച്ചായിരിക്കും, പക്ഷേ ഇതിൻ്റെ മുകളിലാണ് ഇത് വെക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ മിറർ ഇമേജ്. അപ്പോൾ ഒരു മിറർ ഇമേജിൻ്റെ മുകളിൽ മറ്റേ മിറർ ഇമേജ് വെച്ചപ്പോൾ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മിറർ ഇമേജുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. കണ്ടോ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ മിറർ ഇമേജസ് ദാറ്റ് കനോട്ട് ബി സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ
വൺ അനദർ. ദേ ആർ ഓൾസോ കോൾഡ് ഇനാൻഷ്യോമേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇനാൻഷ്യോമർ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെടാത്ത ആൾക്കാരെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും, അതാണ് കൈറൽ. കൈറലാണ്. ഓക്കെ, കൈറൽ കോമ്പൗണ്ടാണ്, കൈറൽ ഐസോമറാണ്, അല്ലെങ്കിൽ കൈറൽ കോമ്പൗണ്ടുകളാണ്. കൈറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മിറർ ഇമേജ്. അവർ രണ്ടുപേരും ഒന്നല്ല, പക്ഷേ മിറർ ഇമേജ് ആണ്, പക്ഷേ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി അപ്പം അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഐസോമർ, ആ ആർക്ക് കൈറാലിറ്റി ഉണ്ടോ അയാളെ ഒപ്റ്റിക്കൽ ഐസോമർ ആവും. ആര് ഇനാൻഷ്യോമർ ആണോ അയാൾ മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമറായിട്ട് ബിഹേവ് ചെയ്യൂ. ഇനി അയാൾ ഒപ്റ്റിക്കൽ ഐസോമർ ആകുമ്പം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? രണ്ട് ഒപ്റ്റിക്കൽ ഐസോമർ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ, ചില ഐസോമറുകൾ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ലൈറ്റിനെ കടത്തിവിടുകയാണ്. ഓക്കെ, ലൈറ്റിനെ കടത്തിവിടുകയാണ്. ആ ലൈറ്റിന് പ്രത്യേകത ഉണ്ട്. ഇറ്റ്സ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഒരു പ്ലെയിൻ മാത്രമേ ആ ലൈറ്റിനുണ്ടാവുള്ളൂ. പോളറൈസേഷൻ ബാക്കി കോമ്പൗണ്ട്സ് എല്ലാം കട്ട് ചെയ്ത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിടുകയാണ്. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ കോമ്പൗണ്ടിൽ പോയിന്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ആ കോമ്പൗണ്ടിൽ തട്ടിയിട്ട് ഈ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യും, ലെഫ്റ്റ് ഓർ റൈറ്റ്. ഓക്കെ, മനസ്സിലാക്കാം. ലെഫ്റ്റ് ഓർ റൈറ്റിൽ ഡീവിയേറ്റ് ചെയ്യും. ഒന്നുകൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എക്സ്പ്ലെയിൻ ചെയ്തല്ല, അതിൻ്റെ ആ സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. ലൈറ്റിനെ നമുക്കിത് പറഞ്ഞു തീർക്കാം. ലൈറ്റിനെ ഡീവിയേറ്റ് ചെയ്യിക്കും, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡീവിയേറ്റ് ചെയ്യിക്കും. ദ കോമ്പൗണ്ട്സ് വിച്ച് ഡീവിയേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ലെഫ്റ്റ് ആർ കാൾഡ് ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ലീവോ ഐസോമേഴ്സ്. the compounds which rotate the plane polarized light to right are called dextro അല്ലെങ്കിൽ dextro rotatory അല്ലെങ്കിൽ dextro isomers എന്ന് പറയും. നോക്കിക്കേ, there are two forms of optical isomers, dextro and levo. Depending on the direction they rotate the plane of polarized light in a polarimeter. Polarized light ന്റെ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണത്, പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണത് മാറുന്നത്. ഓക്കെ, അതിനനുസരിച്ചാണ് രണ്ട് തരത്തിലുള്ള ഇനാൻഷ്യോമേഴ്സ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഐസോമർ നമ്മൾ പറയുന്നത്. ദ ഐസോമർ വിച്ച് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് റൈറ്റ് ആർ കാൾഡ് ഡെക്സ്ട്രോ ഓർ ഡി ഐസോമർ ആൻഡ് ദ ഐസോമർ വിച്ച് റൊട്ടേറ്റ്സ് ടു ദി ലെഫ്റ്റ് ആർ കാൾഡ് ലീവോ അല്ലെങ്കിൽ എൽ ഐസോമർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമർസ്, ഒപ്റ്റിക്കൽ ഐസോമർസ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഡീവിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഐസോമേഴ്സാണ് ഡെക്സ്ട്രോ ഐസോമേഴ്സും ലീവോ ഐസോമേഴ്സും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഡെക്സ്ട്രോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും സാധാരണ ബൈഡൻഡേറ്റ് ലിഗാൻഡുകൾ ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ബൈഡൻഡേറ്റ് ലിഗാൻഡുകളുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇൻ എ കോർഡിനേഷൻ entity of this type PtCl2 En2. ഓക്കെ, PtCl2 ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. PtCl2 En2 എന്നൊരു കോമ്പൗണ്ടിനകത്ത് സിസ് ഐസോമർ മാത്രമേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കൂ. ഇതാണ് കോമ്പൗണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കോമ്പൗണ്ട് ഇങ്ങനെ മാറി, ഞാൻ വേണമെന്ന് നിങ്ങൾക്ക് വരച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് നോക്കളയാം, എങ്ങനെയാണെന്ന് നോക്കളയാം. ഇപ്പോൾ ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ, പ്ലാറ്റിനം ഉണ്ട്, എഥിലീൻ ഡയമീൻ രണ്ടെണ്ണം ഉണ്ട്, ക്ലോറിനുണ്ട്, ഒരേ സൈഡിലാണ്, സിസ് ഐസോമറാണ്. ഇങ്ങനെ, അതായത് ഈ രണ്ട് ക്ലോറിൻ ഇങ്ങോട്ടിരിക്കുന്ന പോലെ അല്ല അതിൻ്റെ മിറർ ഇമേജ് ഇരിക്കുന്നത്. നോക്കിക്കേ, ഇതേ സംഗതി എടുത്തതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? രണ്ട് ക്ലോറിൻ ഇങ്ങോട്ടിരിക്കുകയല്ലേ, ഒരു ക്ലോറിൻ അങ്ങോട്ടിരിക്കുകയല്ലേ, ഒരു ക്ലോറിൻ ഇങ്ങോട്ടിരിക്കുകയല്ലേ, അവർ തമ്മിൽ സൂപ്പർ ഇമ്പോസ്ഡ് ആവുമോ? ഇല്ല. നമ്മുടെ തള്ളവരിൽ പറഞ്ഞ പോലെ ഒരെണ്ണം അങ്ങോട്ടിരിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ടിരിക്കുക, കറക്റ്റ് മുകളിൽ അങ്ങനെ സൂപ്പർ ഇമ്പോസ്ഡ് ആവില്ല. അങ്ങനെ ആവാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കും. അവർ ഇനാൻഷ്യോമേഴ്സ് ആണ്. ഇയാൾ ഇങ്ങോട്ടിരിക്കുന്ന ഇയാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഈ കോമ്പൗണ്ടോ സെയിം കോമ്പൗണ്ടാണ്, പക്ഷേ അതിൻ്റെ ഡി ഐസോമറും എൽ ഐസോമറും ആണ്. ഇത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി ഞാൻ പറയുകയാണ്, പ്ലാറ്റിനെ നമ്മൾ എടുത്തിട്ട് ക്ലോറിൻ, എഥിലീൻ ഡയമീൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിൻ്റെ മിറർ ഇമേജ് ഇത് തന്നെയല്ലേ, ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റായില്ലേ, കറക്റ്റ് ആയില്ലേ, അതിൻ്റെ മുകളിൽ കറക്റ്റ് ആയില്ലേ, സൂപ്പർ ഇമ്പോസ്ഡ് ആയില്ലേ? അപ്പോൾ ട്രാൻസ് ഐസോമേഴ്സ് ഒരിക്കലും ഇനാൻഷ്യോമേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ അവർ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കില്ല. ഓക്കെ, ട്രാൻസ് ഐസോമേഴ്സ് ഇനാൻഷ്യോമേഴ്സ് അല്ല, അവർ ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കില്ല. കാരണം കൈറലല്ല,
അല്ലെങ്കിൽ ഇനാൻഷ്യോമർ അല്ല, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. കൈറൽ എന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഈ പ്ലെയിൻ അപ്പുറം അപ്പുറം ഒരുപോലെയല്ലേ, അതാണ് ഈ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ ഓഫ് ഈ പ്ലെയിൻ എടുത്താലും അപ്പുറം അപ്പുറം ഒരുപോലെയാണ്. ആ പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ള ആൾക്കാർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. അതാണ് in a coordination of this type, only the cis isomers show plane of symmetry, optical activity. The trans isomer has a plane of symmetry and is optically inactive. മനസ്സിലായ എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം? വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. സിസ് അല്ല, സിസ് ഐസോമറുകൾ സിസ് ഐസോമർ മാത്രം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും, ട്രാൻസ് ഐസോമർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. ഏത് കേസിൽ? ഈ പ്രത്യേക കേസാണ് ഈ ടൈപ്പിനകത്ത്, അതായത് ചീലേറ്റൻ ലിഗാൻഡ് വരുന്ന ആ ഒരു കേസിനകത്ത് ശ്രദ്ധിച്ചോണം. ഓക്കെ, പിന്നെ ഉള്ളത് രണ്ടാമതൊരു എക്സാമ്പിളാണ് COEN ട്രൈസ്. ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക. കാരണം ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ അതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ്ഡ് ആവില്ല അല്ലേ, അപ്പോൾ ആ കോമ്പൗണ്ടും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ഐസോമർസ് ഒന്നുകൂടെ ആലോചിക്കാം. ഐസോമർസ് എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഐസോമറിസം, ഇപ്പം നമുക്ക് ഐസോമറിസം പഠിച്ചല്ലേ, ഐസോമറിസം പഠിച്ചതിനകത്ത് ഐസോമറിസം ഉണ്ട്. ഐസോമറിസം എങ്ങനെയൊക്കെ മാറി? ഇവിടെ സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, ഇവിടെ എന്താണ്? സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം ഏതൊക്കെ തരത്തിലാണ് ഉള്ളത്? അയണൈസേഷൻ ഐസോമറിസം, പിന്നെ സോൾവേറ്റ് ഐസോമറിസം, പിന്നെ ലിങ്കേജ് ഐസോമറിസം, പിന്നെ കോഓർഡിനേഷൻ ഐസോമറിസം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിങ്ങനെ എഴുതി പോകുന്നത്. ഓക്കെ, പിന്നെ സ്റ്റീരിയോ ഐസോമറിസത്തിനകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? ജോമെട്രിക്കൽ ഐസോമറിസം, പിന്നെന്താ ഉള്ളത്? ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കലിനകത്ത് സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഉണ്ട്, ഒപ്റ്റിക്കലിനകത്ത് ആരൊക്കെ ഉണ്ട്? സിസ് ട്രാൻസ്ഫറും മെറുഫാക്കും ഉണ്ട്. ഇതിനകത്തോ ഒപ്റ്റിക്കലിനകത്തോ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി. അപ്പോൾ ആകെ ഐസോമറിസം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അല്ലേ. ഇതാണ് ഐസോമറിസത്തിൻ്റെ മൊത്തം. സ്ട്രക്ചറിലുണ്ട്, സ്റ്റീരിയോ ഉണ്ട്. സ്റ്റീരിയോയ്ക്ക് സ്ട്രക്ചറിൽ ആരൊക്കെ ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്: അയണൈസേഷൻ, സോൾവേറ്റ്, ലിങ്കേജ്, കോർഡിനേഷൻ. സ്റ്റീരിയോയ്ക്കകത്തോ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. അപ്പോൾ ഐസോമറിസം നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ഇടുക. അപ്പം ട്യൂട്ടേഴ്സ് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ട്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.